നമസ്കാരം. വാസ്തു ചാനലിലേക്ക് സ്വാഗതം. നവഭാരതിന്റെ പുതിയ ഒരു എപ്പിസോഡാണ്. നമ്മുടെ വീടുകൾ പണിയുന്നതിനെ കുറിച്ച് പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീടുകൾ ഭൂമി സെലക്ട് ചെയ്ത് സമചതുരം ദീർഘചതുരം ഉള്ള വീടുകളെല്ലാം നമ്മൾ വയ്ക്കുന്നു. വീടുകൾക്ക് നമുക്ക് ആവശ്യമായ മുറികള്, ഹാള്, കിച്ചൺ, ബെഡ്റൂം, ബാത്റൂം ഇതെല്ലാം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളെ പോലെയല്ല, നമ്മളെല്ലാം മുൻ ധാരണയോടുകൂടി ഇനിയുള്ളത് എങ്ങനെ ജീവിക്കാം, എങ്ങനെ ഇതായിട്ട് ജീവിക്കാം എന്ന് കണക്കുകൂട്ടിയാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പൊ ചില ആൾക്കാര് സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരുമ്പോൾ വീടിന്റെ പുറകു വെച്ച് അടുക്കള വെക്കുക. കാരണം തെക്ക് കിഴക്ക് വെക്കേണ്ടതിന് പകരം തെക്ക് പടിഞ്ഞാറ് കയറ്റി വെക്കുക. വടക്ക് നേരെ വടക്കോ കിഴക്കിന്റെ വടക്കോ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കയറ്റി വയ്ക്കും. ഇതിൽ പല രീതിയിലുള്ള റിസൾട്ട് നമുക്കുണ്ടാകും. അടുക്കള നിർമ്മിക്കാനായിട്ട് ഏറ്റവും ഉത്തമമായ സ്ഥാനം തെക്ക് കിഴക്ക്. തെക്ക് കിഴക്ക് തന്നെയാണ് നമുക്ക് അടുക്കള വയ്ക്കാൻ പറ്റുന്നത്. ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വടക്ക് പടിഞ്ഞാറുണ്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ മാത്രമേ വടക്ക് കിഴക്ക് തീർത്ത് കോർണറിലേക്ക് വരുമ്പോൾ ആ വീട്ടില് എത്രയൊക്കെ ആചാര്യന്മാർ എന്നെ ചീത്ത പറഞ്ഞാലും കൊള്ളാം, സ്ത്രീകൾക്ക് ചില രീതിയിലുള്ള അസുഖങ്ങൾ വന്നു തുടങ്ങി. വടക്ക് കിഴക്ക് അടുക്കളയുള്ള വീട്ടില് അഗ്നി കത്തുന്നിടത്ത് ഒന്ന് അവിടെ സ്ത്രീകൾക്ക് എന്നും യൂട്രസ് രോഗം അങ്ങനെയുള്ള ചില അവരുടെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ചില അസുഖങ്ങൾക്ക് ഏതുമായിട്ട് വരുന്നുണ്ട്. അത് ഒരു കാര്യം. അപ്പൊ അടുക്കളയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക. പിന്നെ ബെഡ്റൂം ഏറ്റവും ഉത്തമം തെക്ക് പടിഞ്ഞാറ് മൂലയിലെ കന്നിമൂലയിലെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ടാക്കുക. ആ മാസ്റ്റർ ബെഡ്റൂമിനകത്ത് തന്നെയാണ് നമ്മുടെ സമ്പാദ്യം, യജമാനന്റെ സമ്പത്ത് അത് കൊണ്ടുവയ്ക്കാനുള്ള പെട്ടി, പണപ്പെട്ടി അല്ലെങ്കിൽ അലമാര, ഇന്നത്തെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്, ലോക്കർ. ഇത് കന്നിമൂലയെ തന്നെ വെച്ച് വടക്കോട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നും അതിനകത്ത് വെക്കാനുള്ള സാധനം കിട്ടും. സ്വർണമായാലും രത്നങ്ങളായാലും പണ്ടുകാലത്തുള്ള ധനമാണ് സ്വർണവും രത്നങ്ങളും ഒക്കെ. ഇന്ന് കറൻസി, ഗാന്ധി. ഈ കറൻസി ആണെങ്കിലും ഇത് കറങ്ങി നമ്മുടെ കയ്യിൽ വരാനുള്ള ഒരു പെട്ടെന്നുള്ള ഒരു യോഗം, അട്രാക്ഷൻ. ഇത് കന്നിമൂലയിലെ പണത്തിന്റെ പൈപ്പ്, ആ സ്റ്റോക്ക് ചെയ്യണത്. അവിടെ തന്നെ നമ്മൾ യജമാനൻ കിടന്നുറങ്ങുന്ന അതിനുള്ള ചില സ്ഥാനങ്ങൾ, ഇതെല്ലാം സംജാതമായി കഴിഞ്ഞാൽ, ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംജാതമാകുന്ന അവസ്ഥ, ശാരീരിക സുഖം, മാനസിക സുഖം, വീട്ടിലുള്ളവരുടെ സുഖം, ഇതെല്ലാം വളരെ വലുതായിരിക്കാം. പിന്നെ നമുക്ക് ഒരു ബെഡ്റൂം കൊണ്ട് കാര്യമില്ല. സെക്കൻഡ് ബെഡ്റൂം സൗത്ത് ഈസ്റ്റോ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറ് ബെഡ്റൂം കൊടുക്കാം. തെക്ക് കിഴക്ക് അടുക്കള കൊടുക്കുന്നതാണ് നമ്മൾ ഉത്തമം. വടക്ക് കിഴക്ക് ഭാഗത്ത് ബെഡ്റൂം കൊടുക്കാമെങ്കിൽ പോലും അവിടെ പ്രായമുള്ളവർക്ക് കിടന്നുറങ്ങാൻ പാടുള്ളൂ. ഭാര്യാഭർത്തൃ ബന്ധമൊക്കെ ഉള്ളവർക്ക് കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കിടന്നുറങ്ങാം. കാരണം വടക്ക് കിഴക്ക് ഏറ്റവും പവിത്രമായ ഈശാനുകോൺ ആണ്. ആ ഈശാനുകോണില് നമ്മുടെ കുടുംബപരമായ അല്ലെങ്കിൽ ഇതുള്ള രീതിയിലുള്ള താമസം ശുഭകരമല്ല. അവിടെ നമുക്ക് പ്രാർത്ഥനകൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും നല്ലത് അവിടെ. അതുകൊണ്ടാണ് പണ്ട് അവിടെ ഒരു കിണർ പണിത കിണറിനോട് ചേർന്ന് അടുക്കള പണിയുന്ന ഒരു സമ്പ്രദായം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരന്ന് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു ചെറിയ ചായ്പ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അവിടെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരുന്നത്. അതിന്റെ മാറ്റി നേരെ കിഴക്ക് ഭാഗത്തായിരിക്കും അടുക്കള. ഇത് ശ്രദ്ധിക്കാതെ പലരും വടക്ക് കിഴക്ക് അടുക്കള എന്നൊരു ഇതിലേക്ക് വരുന്നത് കൊണ്ടാണ് എല്ലാവരും ഇപ്പൊ പിന്നെ വടക്ക് കിഴക്ക് അടുക്കള തന്നെ. അത് ഭയങ്കര വടക്ക് കിഴക്കായിട്ട് മാറിയ സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കുക. കിണറിന് ഏറ്റവും നല്ല സ്ഥാനമാണ് വടക്ക് കിഴക്കേ വശമായിട്ട്. അവിടെ ജല സ്രോതസ് കിട്ടാൻ എല്ലാ സ്ഥലങ്ങളിലും വടക്ക് കിഴക്കും കിഴക്കിന്റെ വടക്കേറ്റവും ഒക്കെ വച്ചു കഴിഞ്ഞാൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്ഷേത്രങ്ങളിൽ പോയിട്ട് കഴിഞ്ഞാൽ അവിടെ എല്ലാം കുളങ്ങൾ വടക്ക് കിഴക്കോട്ട് മാറി ആയിരിക്കാം. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ അമ്പലത്തിൽ പോയാൽ ഗുരുവായൂർ വടക്കോർത്ത്
കുളമുണ്ട്. ഗുരുവായൂരപ്പൻ കോടീശ്വരനാണ്. ക്ഷേത്രങ്ങളിൽ എല്ലായിടത്തും മിക്കവാറും ഇങ്ങനെയായിരിക്കും ജലാശയങ്ങൾ പണ്ടുവയ്ക്കണത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ വീടുകളുടെ എല്ലാം വാതിലുകൾ, ഈ വാതിലുകൾ വെക്കാൻ അതിന് കണക്കുകളെല്ലാം പറയുന്നുണ്ട്. ഒത്തിരി അളവുകളും കണക്കുകൾ പറയുന്നുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഒരു വീടാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലയില് വാതിൽ വെക്കരുത്. അങ്ങനെ വച്ചു കഴിഞ്ഞാൽ മൈഗ്രേഷൻ എന്നൊരു സംഭവം, അതായത് ആർക്കെങ്കിലുമൊക്കെ എങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ പുറത്തു പോകേണ്ടവർക്ക് പുറത്തു പോകാം, എത്തിച്ചു വിടേണ്ട ബന്ധുക്കൾ, അങ്ങനെ അത് കഴിഞ്ഞാൽ അടച്ചു പോയാൽ. അതല്ല, ഏറ്റവും നല്ലത് വാതില് പടിഞ്ഞാറോട്ട് ദർശനമാണെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് മാറ്റുക. വടക്ക് ഭാഗത്താണെങ്കിൽ അതിനുള്ള നിയമപരമായ രീതിയിലുള്ള വാതിൽ കൊടുക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. കിഴക്കാണെങ്കിൽ ഏറ്റവും ഉത്തമം വടക്കോട്ട് മാറ്റി വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് വാതിൽ വയ്ക്കുക, അതല്ലെങ്കിൽ നേരെ കിഴക്ക് വയ്ക്കുക. തെക്ക് ഭാഗത്താണെങ്കിൽ തെക്ക് കിഴക്ക് അറ്റത്ത് വയ്ക്കുക. അങ്ങനെ വാതിലുകൾക്ക് സ്ഥാനമുണ്ട്. ഇതിനായി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിനും സ്ഥാനമുണ്ട്. പടിയും നേരെ പോകുന്ന വഴിയും നമ്മുടെ വാതിലുമായിട്ട് അല്പം ചരിവുണ്ടെങ്കിൽ അവിടെ ഉത്തമമായിട്ട് ഐശ്വര്യങ്ങൾ ഉണ്ടാവും. ഇത് വീട്ടിൽ താമസിക്കുന്നവർക്ക് എന്നെന്നും വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഗേറ്റുകൾ വെക്കുമ്പോഴും വളരെ ശ്രദ്ധിച്ചു വേണം വെക്കാൻ. വടക്കോട്ടും കിഴക്കോട്ടും ഒക്കെ വയ്ക്കുമ്പോഴും വടക്കാണല്ലോ എങ്ങനെയും വെക്കാം എന്നല്ല, അത് ചില നിയമങ്ങൾ പറയുന്നുണ്ട്. ഈശാന് കോണം, പർജന്യ കോണം, അങ്ങനെ പദങ്ങൾ പറയുന്നുണ്ട്. ആ പദങ്ങളിലൊക്കെ കൊണ്ടുവന്ന് ഗേറ്റ് വെക്കാം. ഇത് കഴിവതും അളന്ന് നോക്കിയിട്ട് നേരെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. പ്രധാന ഗേറ്റും തമ്മിൽ നേർരേഖയിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ചെറിയ ഗമനം കൊടുത്ത് വെക്കണം. ഇങ്ങനെയെല്ലാം വച്ചു കഴിഞ്ഞാൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. നമസ്തേ. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.